തൃശ്ശൂർ കോഴിക്കോട്. അല്ല ഗൈസ്, അപ്പോൾ അങ്ങനെ നീണ്ട കാത്തിപ്പിന് ശേഷം നമ്മൾ ബസ് ഇതാ ഇപ്പം വരും. ബസ് കാത്തിക്കാണ്, ഒരു 2 മിനിറ്റിനുള്ളിൽ വരും. അപ്പോൾ അതിന് കയറിയിട്ടാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ നന്ദിയുണ്ട്. ഇപ്പം ഇവിടെ സമയം വൈകുന്നേരം 4:30 മണിയാണ് കേട്ടോ. 4:30 മണിക്കും മക്കളെ ചൂടിന് ഒരു കുറവുമില്ല. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു 4:30 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷേ ഒടുക്കത്തെ ചൂടാണ് കേട്ടോ. അപ്പം ബസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബസ് കാർഡ് ഉണ്ട്, ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ബസ് കയറുക, അത്രയാണ്. ബസ്സതാ മക്കളെ ദൂരേന്ന് വരുന്നതാണ്. ബസ് കാത്തുനിന്ന് എല്ലാം കൂടി ഉണങ്ങിപ്പോയിട്ടോ. ആകെ 10 മിനിറ്റ് പുറമെ നിന്ന് കാണും. ബസ് വന്ന് നോക്കുക, നേരെ ടാപ്പ് ചെയ്യുന്നു, നേരെ ഉള്ളിൽ കയറും. കയറി ഉടനെ തന്നെ സീറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ അധികം കാലിയായിട്ട് കേട്ടോ പോവുക. കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ മാതിരി എല്ലാവരും കുത്തി തിരുക്കി തിരക്കിട്ട് കയറുന്ന പരിപാടിയൊന്നുമില്ല കേട്ടോ. കാരണം മെട്രോ ഉള്ളത് കൊണ്ടും അതേപോലെ അധികം ആൾക്കാർക്കും വണ്ടി ഉള്ളത് കൊണ്ടും പോലെ അങ്ങനെ പോയിക്കോളും. പിന്നെ ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഖത്തറിലുള്ള ആളുകൾ ബസ് യാത്ര ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബസ് യാത്ര ചെയ്യണം കേട്ടോ. നല്ല വൈബ് തന്നെയാണ് മക്കളെ. അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയിട്ട് ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. നേരെ എനിക്ക് പോകേണ്ടത് മെഷരിബിലേക്കാണ്. മെഷരിബ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം ലുസൈലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. അവൻ്റെ അടുത്ത് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ട് പോരാന്ന് വിചാരിച്ചിട്ട്. എനിക്ക് ലീവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അധികം പുറത്ത് പോകാറുണ്ട് കേട്ടോ. ഇങ്ങനെ വെറുതെ ഈ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന പരിപാടി എനിക്കില്ല. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയോ അതേപോലെ ഫുഡ് കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പതിവാണ് കേട്ടോ എനിക്കുള്ളത്. പിന്നെ എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ പോയാലും പല സ്ഥലത്തും ഇങ്ങനെ പോക്കന്നാണ് കേട്ടോ പരിപാടി. അപ്പോൾ ഇവിടെ ആയാലും അതേപോലെ തന്നെ സമയം കിട്ടിക്കഴിഞ്ഞാൽ പല സ്ഥലത്തേക്കും ഇങ്ങനെ പോക്കന്നെ. നമ്മളിപ്പോൾ പോകുന്നത് നേരെ സെൽവാ റോഡിൽ നിന്ന് നേരെ ദോഹയിലേക്കാണ് കേട്ടോ, സിറ്റിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ റോഡുമുള്ള ആ ഒരു ഡിസിപ്ലിൻ. ബസ്സായാലും ലോറി ആയാലും കാറായാലും അത് അവർക്ക് പോകാനുള്ള ആ ട്രാക്കിൽ കൂടിയാണ് കേട്ടോ അവർ പോകാൻ പറ്റും. ഈ ബസ് ഈ വലത്തെ സൈഡ് ചേർന്നിട്ടേ പോകാൻ പറ്റും കേട്ടോ. നമ്മളെ നാട്ടിൽ ബസ്സുകാർ ചെയ്യുന്ന മാതിരി തോന്നിയ സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നല്ല ഫൈനും കിട്ടും, വണ്ടിയും പിടിച്ചു. വണ്ടി വെച്ചാൽ നമ്മൾ ഇറങ്ങുന്ന ഈ സൈഡ് ഇങ്ങനെ താത്തി തരും, കണ്ട ഇറങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് പോക്കും. എന്താ സെറ്റപ്പില്. അങ്ങനെ മക്കളെ മെഷരീബ് മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ടാ. മെഷരീബ് മെട്രോ സ്റ്റേഷൻ. എന്നിട്ട് നേരെ നമ്മൾ മെട്രോയിലേക്ക് പോവാം. കറങ്ങുന്ന ഡോറ് ഇതിനുള്ളിൽ കൂടി തന്നെ കയറാം. അപ്പോഴത്തേക്ക് ഇവിടെ തുറന്നു വന്നില്ലേ. ഇനിയിപ്പോൾ ഇതിൽ തന്നെ പോവാം. എന്താ മെട്രോ സ്റ്റേഷൻ, വേറെ ലെവല്, ഒരു രക്ഷയില്ല കേട്ടോ. എത്ര നിലയെന്ന് നോക്കിയേ, ഫുള്ള് ഭൂമിക്കടിയിൽ. ആ ഇനി നമുക്ക് ലുസൈലിലേക്കാണ് പോകേണ്ടത്. ലുസൈൽ കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മൾ ഉള്ളിൽ കയറിയിട്ടാ. മെട്രോ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിയാലാണ് കേട്ടോ കട്ടാകുന്നത്. ആ 2 റിയാലിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ
പുറത്തിറങ്ങാണ്ട് എത്ര സഞ്ചരിക്കാൻ പറ്റും അത്രയും സഞ്ചരിക്കണം. 2 റിയാൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 52 രൂപ 53 രൂപ അതിൻ്റെ അടുത്ത് വരും കേട്ടോ. ട്രെയിൻ എത്ര മണിക്ക് വരുന്നുള്ളത് ഇവിടെ അങ്ങനെ എഴുതി കാണിക്കും കേട്ടോ. സ്റ്റാൻഡേർഡിലൊക്കെ വന്നു മക്കളെ വന്നു. ഖത്തർ മെട്രോ ഒരു 90% ഭൂമിക്കടിയിലൂടെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ ഈ ഭാഗത്തെത്താൻ നോക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ മേലെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അതേപോലെ വക്ര സൈഡിൽ പോകുന്ന സമയത്തും നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതേപോലെ ഖത്തർ മാളിൽ പോകുന്ന സമയത്തും കുറച്ചിങ്ങനെ എത്താനാകുന്ന സമയത്ത് കുറച്ചിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. എന്താ സ്ഥലം നോക്കിയാൽ പരപരാന്ന് പരന്ന് കിടക്കുന്നു. വൈകുന്നേരം ആകാനായി. സൂര്യനെങ്കിതാ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇത്രയും കൂടുതൽ വിശ്വാസം ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ യാത്ര ചെയ്യാന്നുള്ള ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മെട്രോന്ന് പുറത്തിറങ്ങി ഇനി നേരെ ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുക കേട്ടോ. ഇത് കണ്ടോ നടക്കുന്ന ഇടത്തിൽ ജസ്റ്റ് ഇവിടെ നമ്മൾ കയറി നിന്നെടുത്തായി. അങ്ങനെ മക്കളെ ലുസൈലെത്തി. നമ്മളെ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് 2022 വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയം ആട്ടോ ഈ കാണുന്നത് മുമ്പിൽ. അതിന് തൊട്ടിപ്പുറം തന്നെയാണ് ബസ് സ്റ്റാൻഡ് ലുസൈൽ ബസ് സ്റ്റാൻഡ്. അങ്ങനെ ഇപ്പോൾ 2ാമത്തെ ബസ് കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പോകുന്നത്. ഇവിടെ ലുസൈൽ മെട്രോ സ്റ്റേഷൻ അത് ഇറങ്ങിയ ഉടനെ തന്നെ ലുസൈൽ ബസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. ഏതാ ലെവൽ നോക്കിയ ബസ് സ്റ്റേഷൻ. ബസ് സ്റ്റേഷനത്തെ മക്കളെ ഏതാ ബസ് നോക്കിയ. കോഴിക്കോട് കയറിക്കോ മക്കളെ കയറിക്കോ. തൃശ്ശൂർ കോഴിക്കോട് ഇപ്പൊ പോ. ഏതാ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു വൃത്തി നോക്കിയേ. വേറെ ലെവൽ കേട്ടോ. ഞാനിങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഈ ഇലക്ട്രിക് ബസ്സൊക്കെ ചാർജ് ചെയ്യുന്ന കണ്ടോ നിങ്ങൾ. ഇങ്ങനെയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. ഇതെന്താ മക്കളെ ഏതാ വലിപ്പം നോക്കി ഞങ്ങൾ. വേറെ ലെവൽ കേട്ടോ. ഇത്ര വലിപ്പമുള്ള ബസ്സിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. കയറിയിട്ടുണ്ടെങ്കിൽ ഈ മാതിരി ബസ്സിൽ. രണ്ടാമത്തെ ബസ് വന്ന് കേട്ടോ. ഞാൻ മാത്രം. നേരം ഇരുട്ടി.
സ്ഥലത്തി സ്വിച്ച് നോക്കിയിട്ട് അവിടെ സ്വിച്ച് ഉണ്ട്, സ്റ്റോപ്പ് വയ്ക്കില്ല. അപ്പം നിർത്തി സ്ഥലത്തി ഇറങ്ങുന്നു, നമ്മളെ വഴിക്ക് പോകുന്നു. പോയി ബസ് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്മുടെ സുഹൃത്തിനെ കണ്ടെത്തിട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.